രാജ്യ ന്യൂസിൻ്റെ ക്ഷേത്രവിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 2ാം ദിവസം സ്വാമി നഖിലാനന്ദ സരസ്വതിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സപ്താഹ യജ്ഞത്തിൽ അനുഭവപ്പെടുന്നതും വൻ ഭക്തജനത്തിരക്കാണ്. അഖിലപൂരുഷോത്തമം ഗുണാലയം പത്മകരേ വലാലസ അപ്യാവയോരേകപതി സ്പൃഥോകലിർനസ്യാൻകൃത്വച്ചരണൈകതാനയോ ജഗജ്ജനന്യാൻ ജഗദീശ വൈശസം സ്യാദേവ യത്കർമ്മണിനഃ സമീഹിതം കരോഷി ഫൽഗ്യപ്യുരുദീനവത്സം ഭവത്പദാൻ സ്മരണാദൃതേ സദാ നിമിത്തമന്യത് ഭഗവൻ വിദ്മഹേ ഖണ്ഡിതോ യദന്യദാശാസ്തംതാത്മനോബുധാം യഥാചരം ബാലഹിതം പിതാ സ്വയം തഥാ ത്വമേവാർഹസിനഃ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ 2ാമത്തെ ദിവസമാണെന്ന്. നമുക്കറിയാം, വളരെ വിശേഷമായ ഒരു യജ്ഞമാണ് ശ്രീമദ് ഭാഗവത സപ്താഹം. അതും ഇവിടെ കണ്ണൻ്റെ സന്നിധിയിൽ വളരെ ഭാഗ്യം കൊണ്ടാണ് നമുക്കിതിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നത്. വാസ്തവത്തിലൊരു ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പങ്കെടുക്കുക എന്നത് തന്നെ അതിവിശേഷമായിട്ടുള്ളതാണ്, വളരെ പുണ്യമായ കാര്യമാണ്. നമ്മുടെ പൂർവികർക്ക് പോലും, നമ്മുടെ തലമുറയിൽ പൂർവികരായിട്ടുള്ള നമ്മുടെ ആളുകൾക്ക് പോലും അവരുടെ ദോഷങ്ങൾ പോലും നീങ്ങാൻ കാരണമാണ് ഈ ഒരു സപ്താഹത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. അത്രയും വിശേഷമായ ഭഗവാന്റെ സാന്നിധ്യമുള്ളതായ യജ്ഞവേദിയിൽ കൂട്ടായ ഒരു സഹകരണമാണ് നമ്മുടെ യജ്ഞത്തിൻ്റെ വിജയം. അതുകൊണ്ട് ഇന്നത്തെ 2ാമത്തെ ദിവസമായ യജ്ഞത്തിലെ ഭദ്രകാളി അവതാരമാണ്, ഭദ്രകാളി പ്രാദുർഭാവമാണ് വൈകിട്ട് വരുന്ന വിശേഷമായിട്ടുള്ള ഭാഗം. ഇല്ലാത്തവർക്കും ഹിന്ദുധർമ്മത്തിൽ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ നാസ്തികോ വേദനിന്ദക എന്നാണ് വേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. നാസ്തികരുണ്ട്. നാസ്തികരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരെ അല്ല നാസ്തികരെന്ന് പറഞ്ഞിട്ടുള്ളത്, മറിച്ച് നാസ്തികോ വേദനിന്ദക, വേദത്തെ അംഗീകരിക്കാത്തവരെയാണ് നാസ്തികരെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ നാസ്തികരെ നമ്മൾ അകറ്റേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണ്. കാരണം വേദത്തിലൂടെ ധർമ്മത്തെയാണ് പ്രതിപാദിക്കുന്നത്. വേദോ അഖിലോ ധർമ്മമൂലം എന്നുള്ളതാണ്. വേദമാണ് അഖില ധർമ്മത്തിനും മൂലമായിട്ടുള്ളത്. അപ്പം മനുഷ്യ ജീവിതത്തിൽ ധാർമ്മികമായ ചിന്താഗതികൾ ഉണ്ടാവുക, ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടാവുക എന്നുള്ളതിനാണ് പ്രാധാന്യം. അപ്പം പിന്നെ ഈശ്വര വിശ്വാസവും ഇതുപോലുള്ള ഭക്തി അനുഷ്ഠാനങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അനുഷ്ഠാനങ്ങൾ നിങ്ങളെ ധാർമ്മിക പന്ഥാവിലേക്ക് തിരിച്ചുവിടാൻ സഹായിക്കും. അതുകൊണ്ടാണ്. ഇതില്ലാതെ തന്നെ നിങ്ങൾക്ക് ധാർമ്മിക ബോധം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ ഒരു പന്ഥാവ് നമ്മൾ സ്വീകരിച്ചില്ല എങ്കിൽ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ആശ്രമങ്ങളും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ധാർമ്മികമായ മാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ്. ചെയ്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ അനുഭവം എന്തായിരിക്കും
മൂന്നാം ദിവസം നാളെ നടക്കുന്ന പ്രധാന പാരായണം നരസിംഹ അവതാരമാണ്. നരസിംഹസ്വാമിക്ക് പ്രധാന വഴിപാട് പാനകം, നെയ്വിളക്ക്, തെച്ചി, ചുവന്ന താമര, തുളസി, ചുവന്ന ചെമ്പരത്തി. കാര്യസിദ്ധി, ശത്രുനാശം. പങ്കെടുക്കുക, സൗഭാഗ്യങ്ങൾ നേടുക. ഭാഗവത സപ്താഹയജ്ഞം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നാളെ മൂന്നാം ദിവസം. ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യ ന്യൂസ്, കെ വിജയൻ.